എന്റെ അമ്പു ഇത്ര അടുത്തൊരു ഒറ്റയാനെ കാണുന്ന ആദ്യമായിട്ടോ. ഇപ്പത്തെ ഈ ആന വയലൻസ് ഒക്കെ ഉള്ളതുകൊണ്ടേ വല്ലാണ്ട് സൂം ചെയ്യാൻ നിന്നില്ല, വേഗം അവിടുന്ന് തടിയെടുത്തു. അതെ, ഞങ്ങളിപ്പോ ഒരു മൈസൂർ യാത്രയിലാണ്. KRS ഡാം ഉണ്ടാക്കിയ സമയത്തെ ഒരു അമ്പലം വെള്ളത്തിനടി പോയിണ്ടായിരുന്നു. ഒരു 12ാം നൂറ്റാണ്ടിൽ ഹോയ്സാലറൊക്കെ നിർമ്മിച്ചൊരു ക്ഷേത്രമാണ്. അത് ജലനിരപ്പ് താഴുമ്പോൾ അമ്പലം പൊന്തി വരും. അങ്ങനെയായിട്ട് ഒരു കണ്ണമ്പാടി എന്ന് പറഞ്ഞൊരു വില്ലേജിലേക്ക് ഈ അമ്പലം പുനർനിർമ്മിക്കുകയുണ്ടായി. അതാണ് അപ്പോൾ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ഇതാണ് വേണുഗോപാലസ്വാമി ക്ഷേത്രം. ഈ അമ്പലം ഫുള്ള് കല്ലുകൊണ്ട് ഉണ്ടാക്കി കേട്ടോ. എന്താ അതിന്റെ കൊത്തുപണിയൊക്കെ, അത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. ഈ അമ്പലത്തിനുള്ളിൽ ഒരു താമര അങ്ങനെ തൂങ്ങി നിൽക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തൊരു ഭംഗിയാ. ക്യാമറ ഉള്ളിലേക്ക് അലൗഡ് അല്ല കേട്ടോ. ഇതിന്റെ ഉള്ളിലൊക്കെ ഒരുപാട് പ്രതിഷ്ഠകളുണ്ട്. പക്ഷെ ബോർഡ് തൂക്കിയിരിക്കുന്ന മൊത്തം കന്നഡ ലാംഗ്വേജിലാണ്. ഈ പുറമേ നിർത്തുന്നവർക്കൊക്കെ എങ്ങനെ മനസ്സിലാവാനാ? ഈവനിങ്ങിലൊക്കെ വരികയാണെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ട് കേട്ടോ. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങി. ഇനി ബോർഡർ ക്രോസ് ചെയ്യാനുള്ളതാണ്. ഈ ഒരു കേരള ബോർഡർ എത്തുന്ന വരെ ഉണ്ടല്ലോ ഫുള്ള് ഡ്രൈ ആയിട്ട് കിടക്കുക. പക്ഷെ ആ ബോർഡർ കഴിഞ്ഞാൽ ഫുള്ള് പച്ചപ്പും. എങ്ങനെ അവർ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത്? ബോർഡർ കഴിഞ്ഞപ്പോൾ കുറേ ആനനെ പിന്നെയും കണ്ടു. അതുകൊണ്ട് ആനയെ കാണാനുള്ള പൂതിയാണ് മാർക്കറ്റി. അപ്പോൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ.